കോട്ടയം തിരുവാതുക്കലിലാണ് ലഹരി ഇടപാടിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും അത് പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുൻ കോൺഗ്രസ് കൗൺസിലറായ അനിൽകുമാറും മകൻ അഭിജിത്തും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. പുതുപ്പള്ളി സ്വദേശിയായ ആദർശാണ് മരിച്ചത്. കൊലയ്ക്ക് ശേഷം ഇരുവരും കടന്നു കളയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. വളരെ നിർണായകമായ CCTV ദൃശ്യമാണ്. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കുത്തി പരിക്കേൽപ്പിക്കുന്നതും അത് ആ സമയത്ത് ആ പിതാവാണെന്ന് തോന്നുന്നു പിടിച്ചു മാറ്റാൻ ഉൾപ്പെടെ വരുന്നതും കാണാം. ഇതിനുശേഷം മരണപ്പെടുകയായിരുന്നു. അതിപ്രധാനമായ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ക്ക് 3 മണിക്കും ഇടയ്ക്കാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിയെ ചേർക്കപ്പെട്ടിരിക്കുന്ന പയ്യനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പുതുപ്പള്ളി സ്വദേശി ആദർശും ഒരു ഇരുചക്ര വാഹനം റെൻറ്റിന് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പണമിടപാട് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഈ ഒരു വൈരാഗ്യത്തിൽ കലാശിച്ച് ഒരു മരണത്തിലേക്ക് വന്നിരിക്കുന്നത്. വാക്കുതർക്കം കൂടിയപ്പോഴത്തേക്ക് അകത്തു നിന്നും കറിക്കത്തി എടുത്ത് ഈ പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശിനെ കുത്തി അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. മരണപ്പെട്ടതിന് ശേഷം ഈ ബോഡി മരിച്ചയാളുടെ ബോഡി ഈ ഇവിടുത്തെ പ്രതി എന്ന് ചേർക്കപ്പെട്ടിരിക്കുന്ന പയ്യനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും കൂടെ തൊട്ട് സമീപത്തുള്ള കുളത്തിലേക്ക് മറവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ഈ കോട്ടയം റൂട്ടിൽ നിരവധി ആൾക്കാർ ഇരുചക്ര വാഹനക്കാർ ഇതെപ്പോഴും യാത്രയുള്ള സ്ഥലമാണ്. മാർക്കറ്റിലേക്ക് പോകുന്ന ആരോ കണ്ടിട്ടാണ്, നമ്മളിവിടുന്ന് മനസ്സിലാക്കിയാണ്, ആരോ കണ്ടിട്ടാണ് ഈ ബോഡി കുളത്തിൽ മറവ് ചെയ്യുന്നതിനെ പ്രതിരോധിക്കപ്പെട്ടത്. അതായത് പോലീസിനെ അറിയിച്ചിട്ട് ബോഡി ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റുകയും ഈ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവരെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള പയ്യൻ്റെ അച്ഛനും അമ്മയും അടക്കം പോലീസ് കസ്റ്റഡിയിലാണെന്നാണ്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്യാമ, ലഹരി ഇടപാടുണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. അപ്പോൾ അച്ഛൻ, ഈ മകൻ, ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ആദ്യം മനസ്സിലായത്. പക്ഷേ ആ കൂട്ടത്തിൽ CCTV ദൃശ്യങ്ങളിൽ പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലൊരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? കേസ് എങ്ങനെയാണ് മുന്നിലേക്ക് പോകുന്നത്? പൂജ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ നഗരത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു യുവാവിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നതും അതും ഈ വീടിന് മുന്നിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടിലാണ്. ആ കാണുന്നതാണ് ഈ കോൺഗ്രസ് നേതാവ് മുൻ കൗൺസിലറുമായിട്ടുള്ള അനിൽകുമാറിൻ്റെ വീട്. ആ വീടിനോട് ചേർന്ന് തന്നെ മുന്നിൽ കാണുന്ന CCTVയിലെ ആ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ ആദർശ് വരുന്നു, തുടർന്ന് ഈ അനിൽകുമാറിൻ്റെ മകനുമായിട്ട് ആദ്യം വാക്കുതർക്കത്തിലേർപ്പെടുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ സംഘർഷമാവുകയാണ്. ആ സംഘർഷം ആ മുറ്റത്ത് നിന്ന് തുടങ്ങി തൊട്ടിപ്പുറത്തെ ഈ റോഡിലേക്ക് വന്ന ഈ റോഡിലേക്ക് വലിച്ചിടുകയാണ്. ഈ വലിച്ചിട്ട ശേഷമാണ് പിന്നീട് അച്ഛനും അമ്മയും ഒക്കെ ഓടി വരികയും തുടർന്ന് ഇവരെ പിടിച്ചു മാറ്റാനും മറ്റുമൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് പിന്നീട് നടക്കുന്നില്ല. അതിനുശേഷം പിന്നീട് ഇവിടുന്ന്, അതായത് ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തേക്ക് ഈ ആദർശും അഭിജിത്തും തമ്മിലുള്ള സംഘർഷം അങ്ങ് നീങ്ങിപ്പോവുകയാണ്. അതാണ് പിന്നീട് ഇപ്പുറത്ത് കാണുന്ന ഇവിടെ വെച്ച് കയ്യിലുണ്ടായിരുന്ന കറുക്കത്തി ഉപയോഗിച്ച് ഈ ആദർശിനെ ഈ അഭിജിത്ത് കൊലപ്പെടുത്തുന്നത്. ഈ കൊലപ്പെടുത്തിയ ശേഷം പിന്നീട് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. ഇവിടെ ഇട്ടപ്പോഴാണ് മറ്റും ഇതിലും വഴി, അതായത് കോട്ടയം കുമരകം റോഡാണ് ഇത്, മെയിൻ റോഡാണ്. തൊട്ടിപ്പുറത്തൊരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 24 hours പെട്രോൾ പമ്പല്ല. അതുകൊണ്ട് തന്നെ ഇത് രാവിലെ 6 മണിക്ക് തുറന്ന് വൈകിട്ട് 10 മണിക്ക് അടക്കുന്ന പെട്രോൾ പമ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഈ കുളമെന്ന് പറയുന്നത് തൊട്ടിപ്പുറത്ത് കാണുന്ന ചെറിയൊരു കുളമാണ്. ഒരുപക്ഷെ ഈ കുളത്തിലേക്കായിരിക്കാം അവർ ഇടാൻ ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സമയം തന്നെ നാട്ടുകാരും മറ്റുമൊക്കെ വരുന്നു. ഉടൻ തന്നെ നാട്ടുകാരാണ് ഈ കോട്ടയം വെസ്റ്റ് പോലീസിനെ അറിയിക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് ഉടൻ തന്നെ എത്തി ഈ പ്രതികളായിട്ടുള്ള ഈ അഭിജിത്തിനെയും അതോടൊപ്പം തന്നെ അച്ഛനെയും അനിൽകുമാറിനെയും ഇവിടെ നിന്നും കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും നിലവിലിപ്പോൾ വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് പറയുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം, ഇരുവരും വാഹനം പണയപ്പെടുത്തിയിരുന്നു. ഈ വാഹനം പണയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. ആ തർക്കത്തെ തുടർന്ന് അതുകൂടാതെ തന്നെ ഈ അഭിജിത്ത്, അതായത് ഈ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ അനിൽകുമാർ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ NDPS കേസ് മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രതിയാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന അദ്ദേഹത്തിൻ്റെ ചെരുപ്പാണ്, മരിച്ച ആദർശിൻ്റെ ചെരുപ്പാണ്. അതായത് തൊട്ടിപ്പുറത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ കത്തി ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നത് കാണാം. ആ കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി അടക്കം ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ വൈകാതെ തന്നെ പ്രതികളുമായി പോലീസ് എത്തി ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകും. ഇതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് എന്ന് പറയുന്നത്, ഈ
ഈ സ്ഥലം, അതായത് ഇവിടെ വെച്ച് ആണ് ഈ വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്ന് ആ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തന്നെയാണ് പ്രശ്നം. ഈ രണ്ടുപേരും NDPS കേസുകൾ ഉള്ളതാണ്. ലഹരി ഇടപാടുകളും മറ്റുമൊക്കെ ആയിട്ട് നേരത്തെയും പോലീസിൻ്റെ പിടിയിലായിട്ടുള്ള ആളുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇരുവരും തമ്മിൽ ലഹരി ഇടപാടുകളുണ്ട്, അതിൽ സാമ്പത്തിക തർക്കമുണ്ട്. കൂടാതെ വാഹനം പണയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കമുണ്ട്. ഈ സാമ്പത്തിക തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ പൈസ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് ആദർശ് എത്തി. തുടർന്ന് അതിനു മുന്നേ തന്നെ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അത് ഒരു വലിയ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പറഞ്ഞ് അവസാനിക്കുകയായിരുന്നു. തുടർന്നാണ് ആദർശ് ഇങ്ങോട്ടേക്ക് വാഹനത്തിലേക്ക് എത്തുന്നതും ഈ അഭിജിത്തുമായിട്ട് ഈ കയ്യാങ്കളിയിലേക്ക് ഏർപ്പെടുന്നതും. എന്തായാലും ആ കയ്യാങ്കളിയാണിപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ആദർശിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഭിജിത്ത് ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അഭിജിത്തിൻ്റെ അച്ഛൻ അനിൽകുമാറും പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. കോട്ടയം വെസ്റ്റ് പോലീസാണ് ഇത് സംബന്ധിച്ച വിശദമായ രീതിയിലുള്ള അന്വേഷണവും കൊലപാതകം നടന്ന ആ സംഭവ സ്ഥലത്ത് നിന്നും ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമ്മൾ ഷിനോജിലേക്ക് കൂടി പോവുകയാണ്. ഷിനോജ്, ഈ പല കാരണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സാമ്പത്തിക ഇടപാട് എന്ന് പറയുമ്പോൾ അതിൽ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വരുന്നുണ്ട്. ഈ വാഹനം പണയം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയോ ഇടപാടുകൾ, വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശ്യാമു പറയുന്നുണ്ടായിരുന്നു. ഈ അഭിജിത്ത്, ആദർശ് എന്നിവരെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായിട്ട് ഈ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ലഹരി ഇടപാടെന്നൊക്കെ പറയുമ്പോൾ മുൻപും ഇതുമായി ബന്ധപ്പെട്ട് കേസുകളൊക്കെ ഇവരുടെ പേരിൽ ഉണ്ടായിരുന്നോ? മുൻ കൗൺസിലറാണ് ഒപ്പം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെയൊക്കെ സംബന്ധിച്ച് പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? ഈ കൊലപാതകത്തിന്റെ ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ തമ്മിൽ ചില ലഹരി ഇടപാടുകൾ, ഒപ്പം തന്നെ സാമ്പത്തികപരമായ രീതിയിലുള്ള ഇടപാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് ഒരു 1500 രൂപയ്ക്ക് MDMA വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ ഏകദേശം 2-3 മണിയോട് അടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയായിട്ടുള്ള ആദർശ് ഈ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്കെത്തി ഈ പ്രതിയായിട്ടുള്ള നിലവിൽ അഭിജിത്തിനെ പുറത്തേക്ക് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം, അതിനുശേഷം കയ്യാങ്കളി, അതിനുശേഷമാണ് ഈ കൊലപാതകത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് കണ്ടുകൊണ്ട് ഭാര്യയും ഒപ്പം അനിൽകുമാറും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് CCTV ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ 3 പേരും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അതായത് അനിൽകുമാർ, ഭാര്യ, ഒപ്പം പ്രതിയായിട്ടുള്ള ഈ കൊലപാതകം ചെയ്തു എന്ന് പോലീസ് തന്നെ പറയുന്ന ഈ മകൻ അഭിജിത്ത്, ഈ 3 പേരും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി സമീപത്ത് തന്നെയുള്ള ഒരു കുളത്തിലേക്ക് മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ നിലവിൽ ഇപ്പോൾ മുൻ കൗൺസിലർ കൂടിയായ അനിൽകുമാർ എന്നിവർക്കൊക്കെ തന്നെ ഈ കേസിൽ ബന്ധപ്പെട്ട് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട്. ഷിനോ ജസ്റ്റിയാണ് കൂടുതൽ വിവരങ്ങൾ കൂടി നമ്മൾക്ക് നൽകിയത്. നിർണായകമായ CCTV ദൃശ്യങ്ങളാണ്. ആ കൊലപാതകം എങ്ങനെ നടന്നു, കത്തിക്കുത്തായിരുന്നു, അതിലാണ് ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും മുൻ കോൺഗ്രസ് കൗൺസിലർ അനിൽകുമാറും മകൻ അഭിജിത്തും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഇരുവരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. മരിച്ചത് ആദർശ് എന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ കൊലയ്ക്ക് ശേഷം മൃതദേഹം തൊട്ടടുത്തുള്ള കുളത്തിൽ മറവ് ചെയ്യാനൊക്കെയുള്ള നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. അപ്പോൾ ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലാകുന്നതും. ശ്യാമപ്രസാദ് ഉത്തമനും ഒപ്പം ഷിനോ ജസ്റ്റിയുമാണ് നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.